Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ബീഫ് ചോപ്സ്. കണ്ടു നോക്കാം. ബീഫ് ചോപ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഈ മിക്സി ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ നിറച്ച് പെരിഞ്ജീരകം ഞാൻ പൊടിച്ചെടുത്തേക്കുന്നതാണ്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ ഗരം മസാല, 2 പച്ചമുളക്, ഒരു 8 കഷ്ണം ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം, 2 ടീസ്പൂൺ വിനീഗർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഒത്തിരി അരയണ്ട, ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അരപ്പ് ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇറച്ചി ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ബീഫ് ചോപ്സ് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഈ ബീഫ് ചോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട്ടുണ്ടല്ലോ, അത് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ടെൻഡർലോയിനാണ്. അപ്പോൾ ടെൻഡർലോയിനെ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്ത ശേഷം ഓരോന്നിനെ അടിച്ച് പരത്തണം, ഫ്ലാറ്റ് ആക്കുക. ഇതേപോലെ ഫ്ലാറ്റ് ആക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ടെൻഡർലോയിനാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ടെൻഡർലോയിൻ. അതിന് പകരം ഏത് കട്ട് ഉപയോഗിക്കാം, തിന്നായിട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് പുരട്ടി വെക്കുക. രണ്ട് സൈഡിലും അരപ്പ് നന്നായിട്ട് ആവണം, ആ രീതിയിൽ. ഇത് എനിക്ക് പറഞ്ഞു തന്നത് അമ്മായിയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ 90 years ഉള്ള മോളിയമ്മായി. അമ്മായിയുടെ മദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്ത്, അപ്പോൾ അത്രയ്ക്ക് പഴയ ഒരു റെസിപ്പി ചെയ്ത്, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ മാരിനേഡ് എല്ലാം നന്നായിട്ട് പുരട്ടി ഇത് കവർ ചെയ്ത് ഒരു 1 hour മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. നമ്മളിത് 1 hour മാരിനേറ്റ് ചെയ്ത് വെച്ചു. അടുത്തായിട്ട് ഇതൊന്ന് സീൽ ചെയ്തെടുക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഓരോ പീസസും ഇതിലേക്ക് ഇട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യാം. രണ്ട് സൈഡും ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. ഇച്ചിരി ബ്രൗണിങ് ആവാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇടുക. ബീഫ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു.
ഇനി അടുത്തായിട്ട് ഈ ബീഫ് ഇപ്പം ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണ്, കുറച്ചുകൂടെ കുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാൻ ടെൻഡർലോയിൻ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്ക്ഡ് ആവും. അല്ല എങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒന്നെങ്കിൽ പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ ചെറിയ സ്ലോ കുക്കിങ്ങിൽ ഇതൊക്കെ കിടന്ന് ഇറച്ചി മൊത്തം കുക്കാവുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഈ പാനിലേക്ക് ഒഴിക്കുകയാണ്. നല്ലതായിട്ട് തിള വന്ന് കഴിയുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യും. നമ്മൾ ഈ ഫ്രൈ ചെയ്ത പാനിൽ നന്നായിട്ട് ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ടാണ് ആ സെയിം പാനിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചത്. ഇനി നല്ലതായിട്ട് തിള വന്നു, ഇനി അടച്ചു വെച്ച് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പം വേണമെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കാം. സാധാരണ കട്ട് ഓഫ് മീറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ച് നന്നായിട്ട് കുക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റെല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഞാൻ വേറെ ഒരു പാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് പൊട്ടാറ്റോസും അണിയൻസും ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി, കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 പൊട്ടാറ്റോ എടുത്തേക്കുന്നത്. അത് ഫിംഗേഴ്സ് പോലെ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തു. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, വെഡ്ജസ് ആയിട്ടോ ഇങ്ങനെയാണ്. പൊട്ടാറ്റോസ് അത്യാവശ്യം ബ്രൗൺ ആയി. 3/4 കുക്ക്ഡ് ആയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഗ്രേവിയിലിട്ട് കുക്ക് ചെയ്യും. ഇതെടുക്കാം. ബാക്കിയുള്ള പൊട്ടാറ്റോ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോസ് എല്ലാം ഫ്രൈഡായി മാറ്റാം. ഈ ഓയിലിലേക്ക് ഒരു സവോള വലുതായിട്ട് ഞാൻ ഇതേപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇടാം. റിങ്സ് ആയിട്ടോ നീളത്തിലോ അരിയാം. ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 2-3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇടാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് എക്സസ് എണ്ണ മാറ്റുക, ഫുള്ളായിട്ട് മാറ്റുക. മാറ്റിയിട്ട് ഈ ഗ്രേവിനകത്തേക്ക് ഒഴിക്കുക. എണ്ണയെല്ലാം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ ഇതിനകത്തേക്ക് തിരിച്ചൊഴിക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഈ പൊട്ടാറ്റോസും കൂടെ ചേർക്കുക. ഇത് ഞാൻ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വറക്കുന്ന സമയത്ത് ആ കൂടെ വേണമെങ്കിലും ഇടാം. കുറച്ച് കറിവേപ്പില ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പെപ്പർ കൂടുതൽ വേണമെങ്കിൽ പെപ്പർ കൂടെ ചേർക്കാം. ഞാൻ പെപ്പർ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തു. ആവശ്യത്തിന് എരിവ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഗ്രേവി വേണം. അത് ഗ്രേവി കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ചൂടുവെള്ളം ഒഴിക്കുക. ചോപ്സ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല, ഒരു പെർലൻ സ്റ്റൈലിലാണ്. ശകലം ഗ്രേവി വേണം. വീണ്ടും അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ബീഫ് ചോപ്സ് റെഡിയായി. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം.
ബീഫ് ചോപ്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടൊമാറ്റോസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പം ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട്, 3 തരത്തിലും ബീഫ് ചോപ്സ് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു സെമി ഗ്രേവി ഫോമിലാണ്. ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ബ്രെഡാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത്. കൂടാതെ ചപ്പാത്തിയോ പൊറോട്ടാസോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.